ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മിനറൽസ് ആണ്. +1 ജിയോളജിയിലെ 12th യൂണിറ്റ് ആയിട്ടുള്ള മിനറൽസ്. ബട്ട് ഇത് +1 സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഇപ്പോൾ ജിയോളജിയിലെ ബേസിക്സിന് വേണ്ടിയിട്ടുള്ള മിനറൽസിനെ പറ്റിയിട്ട് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റുഡൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മിനറൽസ് എന്താണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും എത്ര തരം മിനറൽസ് ഉണ്ടെന്നും എങ്ങനെയാണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ നേച്ചർ ദർ ആർ മോർ ദാൻ 4000 മിനറൽസ് ആർ നോൺ ടു ഒക്കർ. ഏകദേശം ഒരു 4000 മിനറൽസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആൻഡ് 20 ഓഫ് ദം ആർ കോമൺ. ഇതിൽ തന്നെ ഈ 4000 മിനറൽസ് ഉണ്ടെങ്കിൽ പോലും കോമൺലി അല്ലെങ്കിൽ നമ്മൾ റോക്ക് ഫോമിങ് മിനറൽസ് അല്ലെങ്കിൽ ഓർ ഫോമിങ് മിനറൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് കോമൺലി നമുക്ക് റോക്സിൽ കാണപ്പെടുന്ന അങ്ങനത്തെ മിനറൽസാണ് റോക്ക് ഫോമിങ് മിനറൽസ് എന്ന് പറഞ്ഞാൽ. ഓർ ഫോമിങ് മിനറൽസ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എക്കണോമിക്കലി യൂസ്ഫുൾ ആവുന്ന മിനറൽസിൽ കാണുന്ന മിനറൽസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓർ ഫോമിങ് മിനറൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കോമൺലി നമുക്ക് കാണപ്പെടുന്ന കുറച്ച് മിനറൽസാണ് 20 ഒക്കെയുള്ളൂ കോമൺലി. അതായത് ഇപ്പം ക്വാർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും കോമൺലി കാണപ്പെടുന്നതാണ് അല്ലേ. അങ്ങനത്തെ ഒരു മിനറൽസ് 20 കോമൺ ആയിട്ടുള്ളത്. ആൻഡ് മെനി ഓഫ് ദം ഹാവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നിയർലി ഓൾ മാനുഫാക്ചർ പ്രൊഡക്റ്റ് വി യൂസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം മിനറൽസ്. അപ്പോൾ മിനറൽസ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ മിനറൽസിൻ്റെ ഒരു യൂസ് ഉണ്ടെന്ന്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് മിനറൽസ് എന്ന് പറഞ്ഞാൽ. എല്ലാവിധ പ്രൊഡക്റ്റിലും എല്ലാ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റിലും എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? മിനറൽസിൽ നിന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ മിനറൽസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ട് മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആണ്? യു കാൺ ലീവ് വിത്തൗട്ട് ദം. നമ്മൾ പറയും വാട്ടർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സാധനമാണ് മിനറൽസ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മിനറൽസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മിനറോളജി. ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് മിനറൽസ് ആണ് മിനറോളജി എന്ന് പറഞ്ഞാൽ. മിനറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മിനറൽസ്. Then mineralogy deals with various aspects related to minerals, that is chemical composition, physical property, mode of formation, occurrence and their uses. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മിനറോളജി നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മിനറൽസ് ആണ് മിനറോളജി. അതെന്തൊക്കെ? കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, എങ്ങനെയാണ് മിനറൽ ഫോം ചെയ്തേക്കുന്നത്, എവിടെയാണ് അത് ഒക്കർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് എൻ്റെ യൂസസ്, ഇത് എല്ലാം തന്നെ മിനറോളജി എന്ന ആ ഒരു സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫോർമേഷൻ, ഒക്കറൻസ്, യൂസ്. ഓക്കെ, നമുക്ക് മിനറൽസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് മിനറോളജിസ്റ്റ് ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു കറക്റ്റ് ഡെഫിനേഷനുണ്ട്. ദാറ്റ് ഈസ് മിനറൽ എന്ന് പറയുന്നത് എന്താ? ഒരു നാച്ചുറലി ഒക്കറിങ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് സോളിഡ് ആൻഡ് സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ, characterized by definite chemical composition and internal ordered atomic structure. ഇതാണ് ഒരു മിനറലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മിനറൽ എന്ന് പറയണമെങ്കിൽ അതിന് അത് കുറച്ച് ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. അതായത് എല്ലാത്തിനും നമുക്ക് ഒരു മിനറലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്താണ് കറക്റ്റായിട്ട്, അതായത് അത് നാച്ചുറലി ഒക്വർ ആയിരിക്കണം. ആർട്ടിഫിഷ്യലി ഒക്വർ ചെയ്ത ഒന്നിനെയും നമ്മൾ മിനറലായിട്ട് കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ ഇൻഓർഗാനിക് ആവണം. ഓർഗാനിക് ആയിട്ടുള്ള ഇപ്പോൾ കോളൊക്കെ ഉണ്ടല്ലോ, കോളൊക്കെ എന്താണ്? പ്ലാന്റ്സിൻ്റെ റിമെയിൻസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഓർഗാനിക് ഒറിജിനാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യില്ല? അതിനെ നമ്മളൊരു മിനറലായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പം ഇൻഓർഗാനിക് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ അവർക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടായിരിക്കണം. ഒരു മിനറലിന് കറക്റ്റായിട്ടുള്ള, അതായത് ഇപ്പം ക്വാർട്സ് എടുക്കാം. ക്വാർട്സിന് എന്താണ്? SiO2. അതായത് ഒരു കറക്റ്റായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത വേറെ എടുക്കാം, കൈനേറ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൈനേറ്റിന് എന്താ? അതൊരു അലുമിനോസിലിക്കേറ്റാണ് അല്ലേ. Al2Si2O5 ആയിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മിനറലിനും അതിൻ്റേതായിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ടായിരിക്കണം, ഡെഫിനറ്റ് ആയിട്ടുള്ള. ആൻഡ് ഇൻറ്റേർണൽ ഓർഡർഡ് അറ്റോമിക് സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് ഒരു മിനറൽ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡെഫിനേഷൻ. ആൻഡ് ഒരു മിനറലും റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഒരു മിനറൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് ഒന്നിൽ കൂടുതലോ മിനറൽ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് റോക്ക് എന്ന് പറയുന്നത് അല്ലേ.
റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനും ഉണ്ടാവണമെന്നില്ല. കാരണം പല മിനറൽസും കമ്പൈൻ ചെയ്ത് അതിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിനൊരു ഡെഫിനറ്റ് അല്ലെങ്കിൽ ഒരു മിനറൽസ് ഒരു റോക്കിന് എടുത്തു ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് ആകുമ്പോൾ അതിനൊരു കോമ്പോസിഷൻ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം അതിന് ഉള്ള മിനറൽസ് പലതായിരിക്കാം, മീൻസ് വേരി ചെയ്യാം. അതിനൊരു ഡെഫിനറ്റ്ലായുള്ള കെമിക്കൽ കോമ്പോസിഷൻ ഇല്ല. ബട്ട് മിനറൽ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഗെയിൻ ദ കണ്ടീഷൻസ് ആണ് ഇവിടെ പിന്നെ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. നാച്ചുറലി ഒക്കേറിങ് ആയിരിക്കണം, ആൻഡ് ഓർഗാനിക് ആയിരിക്കണം, ഇൻഓർഗാനിക് ആയിരിക്കണം, ഫിക്സ്ഡ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് എ ഡെഫിനറ്റ് കെമിക്കൽ ഫോർമുല ഉണ്ടായിരിക്കണം, ആൻഡ് ഓർഡേർഡ് ഇൻറ്റേർണൽ അറ്റോമിക് സ്ട്രക്ചർ. Physical property must be fixed and controlled by composition and internal structure. അല്ലേ, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കണം ആൻഡ് controlled by composition and internal structure, and it should be stable at room temperature. That is, mineral must be solid and it should be in solid state of matter. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻ. ഇങ്ങനെ 7 കണ്ടീഷൻസ് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മാത്രമേ നമുക്കെന്ത് ആയി കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മിനറലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം വാട്ട് ഇസ് ആവറേജ് കോമ്പോസിഷൻ ഓഫ് ക്രസ്റ്റ്. ഒരു ക്രസ്റ്റിൻ്റെ ആവറേജ് കോമ്പോസിഷൻ എന്താണെന്നാണ്. ദർ ആർ 90 naturally occurring elements. Among these 8 elements account for 98.7% of Earth average crust. ഏറ്റവും കൂടുതൽ എർത്തിൽ കാണപ്പെടുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജനാണ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ 46ഉം ഓഷ്യാനിക് ക്രസ്റ്റിൽ 44ഉം. അതായത് എലമെൻ്റൽ കോമ്പോസിഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ് ഈസ് ഏതാണ്? ഓക്സിജൻ. അത് കഴിഞ്ഞാൽ സിലിക്കോൺ, അത് കഴിഞ്ഞാൽ അലുമിനിയം, അയോൺ, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം ആൻഡ് അതർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക കോമ്പോസിഷൻ ഓഫ് എർത്ത് ക്രസ്റ്റ്, എലമെൻ്റൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. അത് കഴിഞ്ഞാൽ സിലിക്കോൺ ആണ്. എഗെയിനാണ് പിന്നെ തന്നെയാണ് പറയുന്നത് എന്താണ് മിനറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറലാണ്, ബൈ ഇനോർഗാനിക് ആൻഡ് ഫോംഡ് ബൈ നാച്ചുറൽ പ്രോസസ് എലോൺ ആസ് കൺസിഡേഴ്സ് മിനറൽസ്. അതായത് സിന്തറ്റിക്കലി ക്രിയേറ്റഡ് മിനറൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ദാറ്റ് സിന്തറ്റിക് ജെംസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിന്തറ്റിക്കലി ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മിനറലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ നാച്ചുറലി ഒക്കെ ചെയ്ത കോൾ, പേൾ എക്സെട്ര എന്ന് പറയുന്നത് ഓർഗാനിക് ഒറിജിനാണ്, അതും മിനറൽസ് അല്ല. ആൻഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസസിനെയും മിനറലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഒൺലി സോളിഡ്സ് ആർ കൺസിഡർഡ്. പക്ഷേ ഒരേ ഒരു ലിക്വിഡിനെ മാത്രം നമ്മൾ മിനറലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു മിനറൽ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലെ മിനറലാണ് മെർക്കുറി എന്ന് പറഞ്ഞാൽ. മെർക്കുറിനെ നമ്മൾ മിനറൽ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ ആൻസർ സം ക്വസ്റ്റ്യൻസ് ഹിയർ. ഈസ് എ ക്യൂബ് ഓഫ് ഐസ് ഫ്രം എ റെഫ്രിജറേറ്റർ എ മിനറൽ? ആണോ? അതായത് നമ്മൾ ഫ്രിഡ്ജിലുള്ള ഐസ് എന്ന് പറയുന്നത് ഒരു മിനറലാണോ അല്ലയോ? ഐസ് എന്ന് പറയുന്നത് നമുക്കൊരു മിനറലായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അതായത് അത് എല്ലാത്തരം ക്രൈറ്റീരിയാസും ഫോളോ ചെയ്യുന്നുണ്ട്. നാച്ചുറലി ഒക്കറിങ് ആണ്. അതായത് ഐസ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സ് വഴി ഫോം ചെയ്യുന്ന, അതായത് ഗ്ലേഷ്യേഴ്സ്, ഐസ് ബർഗ്സ് അല്ലെങ്കിൽ സ്നോ, ഇവയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഐസ് മീൻസ് മിനറൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് വന്നേക്കുന്ന ഇതെന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ, ഐസ് ഫ്രം എ റെഫ്രിജറേറ്റർ ആണ്. കാരണം അത് നമുക്കൊരു മിനറലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, അത് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യലി നമ്മൾ അതിനെ ഐസാക്കി മാറ്റുകയാണ്. കാരണം അതെന്താ, ഫസ്റ്റത്തെ തന്നെ നാച്ചുറലി ഒക്യൂറിങ് ആണോ? അല്ല, നമ്മൾ അതിനെ റെഫ്രിജറേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നത്, ഐസാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തായി കണക്കാക്കാൻ പറ്റില്ല, മിനറലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതായത് നാച്ചുറലി ഫോം, അത് മനസ്സിലാക്കി വെക്കുക. ഐസ് എന്ന് പറയുന്നത് അതായത് നാച്ചുറൽ പ്രോസസ്സ് വഴി ഫോം ചെയ്യുന്ന ഐസ് എന്ന് പറയുന്ന ഒരു മിനറലാണ്. എന്നാൽ റെഫ്രിജറേറ്റ് ചെയ്ത ഒരു ഐസ് എന്ന് പറയുന്നത് മിനറലല്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് നാച്ചുറലി ഫോമിങ്, ഇറ്റ് ഈസ് ബൈ ആർട്ടിഫിഷ്യൽ. നെക്സ്റ്റ് വണ് അതുപോലെ തന്നെയാണ്. ഇസ് ദ സ്നോ ഓൺ എ വിൻഡ് ഷീൽഡ് ഓഫ് എ കാർ എ മിനറൽ? ആണോ? അതായത് കാറിൻ്റെ മുകളിലുള്ള സ്നോ, വിൻഡ് ഷീൽഡിലുള്ള സ്നോ എന്ന് പറയുന്നത് ഒരു മിനറലാണോ? അതെ അല്ലേ. കാരണം അതെന്താ, അത് നാച്ചുറലി ഒക്യൂർ ചെയ്യുന്നതാണ്. അത് ആരും മീൻസ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണോ? അല്ല, നാച്ചുറലി ഫോം ചെയ്യുന്നതാണ് അവിടെ ആ സ്നോ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഒരു മിനറലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഫസ്റ്റത്തെ ക്രൈറ്റീരിയ ഇതാക്കി, നാച്ചുറലി ഒക്കറാണ്. പിന്നെ അതിനൊരു കെമിക്കൽ കോമ്പോസിഷൻ ഇല്ലേ? കാരണം H2O ആണല്ലോ, H2O വാട്ടർ ഫ്രീസ് ആവുന്നതാണ്. അപ്പോൾ അതിനൊരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്, ഇൻറ്റേർണൽ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്.
അപ്പോൾ എല്ലാ ക്രൈറ്റീരിയാസും എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലി ഒക്കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്നോ ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മിനറലാണ്. ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഓൾത്തോ വാട്ടർ ഈസ് നോട്ട് കൺസിഡർ ആസ് എ മിനറൽ, ഗ്ലേഷ്യൽ ഐസ് ഈസ് കൺസിഡർ ആസ് എ മിനറൽ, ക്യാൻ യു എക്സ്പ്ലെയിൻ? അതായത് മറ്റ് 2 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് മനസ്സിലായ ആൾക്കാർക്ക് ഇതും എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്? ബിക്കോസ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിക്വിഡ് സ്റ്റേറ്റിലായിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് മിനറലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഒരു ഗ്ലേഷ്യൽ ഐസ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സ് വഴി അത് സോളിഡ് ആവുന്നു. ബാക്കി എല്ലാ ക്രൈറ്റീരിയാസും ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലേഷ്യൽ ഐസ് എന്ന് പറയുന്നത് ഒരു മിനറലാണ്, എന്നാൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു മിനറലല്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് വൈ ആർ ഗ്രാനൈറ്റ്, ബസാൾട്ട്, ലൈംസ്റ്റോൺ എക്സെട്ര ആർ കൺസിഡർ ആസ് റോക്ക്? എന്തുകൊണ്ടാണ് ഇവരെ മിനറലല്ല റോക്കാണെന്ന് പറയാൻ പറ്റുന്നത്? കാരണം എന്താ, ഇവരെല്ലാം ഒന്നിൽ കൂടുതലോ മിനറൽസ് ആയിട്ട് മിനറൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് അല്ലേ? ഇപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വാർട്സും ഫെൽസ്പാറും മൈക്കാസും ഒക്കെ കമ്പൈൻ ചെയ്താണ് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് പല പല മിനറൽസാണ് അല്ലേ? സോ അവർക്ക് എന്താണ്, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫോർമുലാസ് ഇല്ല. ആൻഡ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്മയുടെ സ്ലോ കൂളിംഗ് വഴിയായിട്ട് ഫോം ചെയ്തതാണ്. ബസാൾട്ട് നോക്കുകയാണെങ്കിൽ അതെന്താണ്, അതൊരു മാഫിക് ആയിട്ടുള്ള റോക്കാണ്. അതിൻ്റെ കോമ്പോസിഷൻ വരുമ്പോൾ എന്തായിരിക്കും, പ്ലാജിയോക്ലേസ്, ഫെൽസ്പാസ്, പൈറോക്സിൻ, ഒലിവിൻ എല്ലാം കൊണ്ട് ഫോം ചെയ്തതാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രാനൈറ്റും ബസാൾട്ടും എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇഗ്നിയസ് റോക്കാണ്. ഓക്കെ, ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു സെഡിമെൻ്ററി റോക്കാണ്. അതിൻ്റെ കോമ്പോസിഷൻ എന്താ എല്ലാവർക്കും അറിയാം, എന്ത്, കാൽസൈറ്റ് ആണ് അല്ലേ? അപ്പം ഇവരെല്ലാം അതായത് ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു മിനറാലിക് റോക്കാണ്. അതായത് കാൽസൈറ്റും കൊണ്ട് മാത്രം ഫോം ചെയ്തതാണ് ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു മിനറാലിക് റോക്കാണ് ഒലിവിൻ എന്ന് പറഞ്ഞാൽ. അതായത് അതിന് ഡ്യൂനൈറ്റാണ് അതിൻ്റെ ഫുൾ മിനറൽ. അപ്പോൾ അങ്ങനെ ഒരു മിനറൽ വെച്ച് ഫോം ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, മിനറാലിക് എന്ന് പറയുന്നത്. അപ്പോൾ ലൈംസ്റ്റോണും ഡ്യൂനൈറ്റും ഒക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. അപ്പം അങ്ങനെ ആൻസർ കിട്ടിയല്ലോ. അതായത് മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ബട്ട് റോക്ക് എന്ന് പറയുന്നത് സോളിഡാണ്, ബട്ട് എന്തല്ല, ദേ ആർ കൺസിസ്റ്റ് ഓഫ് 1 or more മിനറൽസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് മിനറൽസ് പോസസ് എ ഡെഫിനറ്റ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് വിത്ത് റെഗുലർ ജോമെട്രിക് ഷേപ്പ്. അതായത് എല്ലാ മിനറൽസിനും ഒരു കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ജോമെട്രിക് ഷേപ്പ് ഉണ്ട്. ബിക്കോസ് ഓഫ് വാട്ട്, ഇറ്റ്സ് ഇൻറ്റേർണൽ ഓർഡർഡ് അറ്റോമിക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ജോമെട്രിക് ഷേപ്പ്, അതായത് ചിലപ്പോൾ അത് ക്യൂബിക് ആവാം, ടെട്രഗണൽ ആവാം, മോണോക്ലിനിക്, അങ്ങനെ പല 7 സിസ്റ്റം ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻറ്റേർണൽ ഓർഡേർഡ് അറ്റോമിക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെയാണ് മിനറൽസിന് അങ്ങനെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ സം മിനറൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, നേറ്റീവ് സൾഫർ എന്നൊക്കെ പറയുന്നത് എന്താ, ഒരു എലമെൻറ്റും കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്, ഓൺലി 1 എലമെൻറ്റ്. ബട്ട് ക്വാർട്സ്, കാൽസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നിൽ കൂടുതലോ എലമെൻറ്റ്. അതായത് ക്വാർട്സ് എന്ന് പറയുന്നത് എന്താ, SiO2 ആണ്, സിലിക്കൺ ഡയോക്സൈഡ് ആണ്. കാൽസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇപ്പോൾ നേറ്റീവ് ഗോൾഡൊക്കെ എന്താ, AU, അല്ലെങ്കിൽ സിൽവർ എന്ന് പറഞ്ഞാൽ AG, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ പലതരത്തിലാണ് മിനറൽസ് ഉള്ളത്. ദിസ് മീൻസ് ദാറ്റ് കോമ്പോസിഷൻ ഓഫ് മിനറൽസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ സ്പെസിഫിക് കെമിക്കൽ ഫോർമുലാസ് വെച്ചിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. The definition of mineral that is approved by the International Mineralogical Association, that is IMA, in 1995 അനുസരിച്ച് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എ മിനറൽ ഈസ് ആൻ എലമെൻറ്റ് ഓർ എ കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് ഈസ് നോർമലി crystalline and has been formed as a result of geological processes. അതിന് കുറച്ച് എക്സെപ്ഷൻസും ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നേറ്റീവ് മെർക്കുറി, അതെന്ന് പറഞ്ഞാൽ അതല്ല ലിക്വിഡ് സ്റ്റേറ്റിലല്ലേ, പക്ഷേ അതിനെ ഒരു മിനറലായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഐസ് വിച്ച് ഈസ് സോളിഡ് ഓൺലി ബിലോ 0°C. ഇതിനെ രണ്ടിനെ ഒരു എക്സെപ്ഷണൽ കേസ് പോലെയാണ് മിനറൽസിലായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ. ആൻഡ് ബയോളജിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ആർ കെമിക്കൽ കോമ്പൗണ്ട് പ്രൊഡ്യൂസ്ഡ് എൻറ്റയർലി ബൈ ബയോളജിക്കൽ പ്രോസസ് വിത്തൗട്ട് എ ജിയോളജിക്കൽ കമ്പോണൻറ്റ്. അതായത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ, യൂറിനറി, കാൽക്കലി, ഓക്സൈഡ്, ക്രിസ്റ്റലിൻ, പ്ലാന്റ് ടിഷ്യൂസ്, ഷെൽ ഓഫ് മറൈൻ മോളസ്ക്, ഇതൊന്നും എന്താണ് ഒരു മിനറൽസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ജിയോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ജെനസിസ് ഓഫ് നാച്ചുറൽ കോമ്പൗണ്ട്, ദെൻ ഇറ്റ് ക്യാൻ ബി if any geological processes was involved in the genesis of natural compound, then it can be accepted as a mineral. ഓക്കെ. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഡ് ആൻഡ് സം വെറൈറ്റീസ് ഓഫ് ഗ്രാഫൈറ്റ്, അതൊക്കെ ഒരു ബയോളജിക് അല്ലെങ്കിൽ ബയോജനിക് സോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ
എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മിനറലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് സെവറലി നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ് വെരി മച്ച് റിസംബിൾ മിനറൽ ബട്ട് ലാക്ക് ആൻ ഓർഡർലി ഇൻറ്റേർണൽ സ്ട്രക്ചർ, അല്ലേ? ഇപ്പോൾ കുറേ മിനറൽസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സബ്സ്റ്റൻസ്, കുറേ മിനറൽസ് അല്ല, കുറേ സബ്സ്റ്റൻസ് ഉണ്ട്. അവർക്ക് പല ക്രൈറ്റീരിയസും മിനറൽസിൻ്റെ പോലെ ഉണ്ടാവും, പക്ഷേ അവർക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർലി സ്ട്രക്ചർ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ളൊരു ഗ്രൂപ്പിനെ മിനറോളജിസ്റ്റ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നതാണ് മിനറലോയിഡ്സ് എന്നൊരു ഗ്രൂപ്പ്. എന്താണ് മിനറലോയിഡ്സ് എന്നൊരു ഗ്രൂപ്പ് ആക്കിയിട്ടാണ് നമ്മൾ അവരെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസാണ് ആംബർ. ആംബർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോസിൻ റെസിൻ ഡിറൈവ്ഡ് ഫ്രം റെസിൻസ് ഓഫ് കോണിഫറസ് ട്രീസ് പ്രിസർവ്ഡ് ഇൻ സം സെഡിമെൻ്ററി റോക്സ്. ചില സെഡിമെൻ്ററി റോക്സിൽ കാണപ്പെടുന്നതാണ്. അത് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ആൻഡ് ലിമണൈറ്റ്, എ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡാണ് ലിമണൈറ്റ്. ഓപ്പൽ, അമോർഫസ്, ഹൈഡ്രേറ്റഡ് സിലിക്ക ആൻഡ് ഒബ്സീഡിയൻ, ദാറ്റ് ഈസ് റാപ്പിഡ്ലി കൂൾഡ് ലാവ. അപ്പം റാപ്പിഡ്ലി ഒബ്സീഡിയൻ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ എന്താണ്? മിനറലോയിഡ്സ് എന്നൊരു ഗ്രൂപ്പിലാണ്. ഒബ്സീഡിയനെയൊക്കെ നമ്മൾ എന്താക്കിയിരിക്കുന്നത് ഒരു മിനറലോയിഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് റാപ്പിഡ്ലി കൂൾഡ് ലാവ. ഓക്കെ, ഇതിൻ്റെയൊക്കെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ആംബർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ കുന്തിരിക്കം എന്നൊക്കെ പറയില്ല, അതൊരു ട്രീയിൽ നിന്ന് കിട്ടുന്ന ഒരു തരം കുന്തിരിക്കം എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമാണ് ആംബർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലെന്താണ്? ഇൻസെക്റ്റൊക്കെ ഇങ്ങനെ ട്രാപ്പായിട്ടിരിക്കും ഈ റെസിനിൽ. അപ്പം നമുക്കൊരു പാലിയോ ക്ലൈമറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ആംബർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു മിനറലോയിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സാറിൻ്റെ മിനറലോയിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പേൾ, ഓപ്പൽ, ആംബർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഒബ്സീഡിയൻ ഇപ്പോൾ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിലവർ ഡ്രാഗൺ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന, വൈറ്റ് വാക്കസിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രാഗൺ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഈ ഒബ്സീഡിയൻ. അതായത് പെട്ടെന്ന് റാപ്പിഡ്ലി ലാവ കൂൾ ചെയ്തിട്ടുണ്ടാവുന്ന റോക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു അമോർഫസ് ആയിട്ടാണ്, അതായത് കറക്റ്റായിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇല്ലാത്തതിനാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം അമോർഫസ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ളൊരു കെമിക്കൽ കോമ്പോസിഷനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവരെ മിനറലോയിഡ്സ്. നമ്മളിപ്പോൾ എന്താണ് മിനറൽസ് എന്നും മിനറലോയിഡ്സ് എന്നും ഒക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇനിയും നെക്സ്റ്റ് പാർട്ടിലായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറച്ച് റോക്ക് ഫോമിങ് അല്ലെങ്കിൽ മിനറൽസിൻ്റെ എക്സാമ്പിൾസ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് നെക്സ്റ്റ് പാർട്ടിലായിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു.